ഇവിടെ തന്നെ നിനക്ക് ഭയങ്കര കളിയടി. ഡേ ഒമിക്രോൺ വന്ന് അത്രയും പ്രശ്നമായല്ലേ, ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറി വരണം? അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോന്ന് വന്നാൽ കയറി വരാൻ പറ്റില്ലെന്ന്. ആ ശരി നീ പോയി, ഞാൻ വിളിക്കാം. ചുമ്മാ ടെൻഷനാകാൻ. ഇതെന്താ ഇത് കണ്ടറിഞ്ഞൂടെ? ഹാൻഡ് വാഷും ബക്കറ്റും വെള്ളവും ഒക്കെ. എന്തിനാ കൊറോണ ഒക്കെ പോയില്ലേ, ഇനി എന്തിന്? കൊറോണ പോയെന്നാ? നിന്നെ പോലുള്ളവന്മാരാണ് ഈ പ്രശ്നം. ഞാൻ നീയല്ല പൊതുവെ പറഞ്ഞത്, ഈ ചിന്താഗതി. എടാ ഇനിയുള്ള ജീവിതത്തില് ഈ ഹാൻഡ് വാഷും മാസ്കും സാനിറ്റൈസറും ഒക്കെ കൂടിയേ പറ്റൂ. അത് ജീവിതത്തിൽ ഒരു ശീലമാക്കിയേ പറ്റുള്ളൂ. വകഭേദങ്ങൾ മാറി പറഞ്ഞ കണ്ട അണ്ണാ ഉള്ളത് തന്നെ. അറബി വിളിച്ചിരുന്നു തന്നെ, പുതിയൊരു കമ്പനി തുടങ്ങണം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പോകണം ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നോണ്ടിരുന്ന? അതാ പറഞ്ഞത്. പക്ഷെ കഷ്ടം എന്താ അറിയുമോ, ഈ കുട്ടികൾക്ക് വരുന്നതാണ് ബുദ്ധിമുട്ട്. ഭയങ്കര സങ്കടമാണ്. പറയുമ്പോ ജാഗ്രത മതി, ആശങ്ക വേണ്ടെന്നൊക്കെ പറയും. ആശങ്കയും ജാഗ്രതയും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ആശങ്കയും ജാഗ്രത തമ്മിൽ? ഈ ആശങ്ക എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ കൊറോണ വരുവേ, നമ്മളെല്ലാം ചത്തുപോയെന്നുള്ളൊരു പേടിയുണ്ട്. അത് ആശങ്കയല്ലേ. പിന്നെ ജാഗ്രത എന്ന് പറയുമ്പോ ഇതൊന്നും വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധിക്കാനായിട്ട് വേണ്ടിയിട്ടൊരു മുൻകരുതൽ, അതാണ് ജാഗ്രത. നിങ്ങൾ ജാഗ്രത നോക്കട്ടെ. കൊള്ളാം, ഇത്ര മതി. ഹലോ, അതെ. ആ ടീച്ചറെ, അയ്യോ ആ പിങ്കി മോള്, ആ ജനറൽ ഹോസ്പിറ്റലാ? ടീച്ചറെ ഞാൻ ഇപ്പൊ എത്താം, ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്താം. പിങ്കി മോളുടെ ടീച്ചറാ വിളിച്ചത്. അവളെ സ്കൂളിൽ വെച്ച് അവൾക്ക് ഒരു വല്ലായ്ക വന്ന് അവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്ര അതുപോലെ പനിയല്ലേ ആയിരിക്കും. ഇടം അവർക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ ആശങ്കപ്പെട്ടാലോ? എന്റെ കൊച്ചിന്റെ കാര്യമാണ്. മണി ഒരു കയറ് കെട്ടി വെച്ചിട്ടേ ഇതിങ്ങനെ തൂക്കി വെച്ചാലാ, അല്ലെങ്കിൽ എന്താ പറയാ, നീ നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും കയറി കുത്തും. നീരായി, തൂക്കിയിടുമ്പോഴേ നീരായി. അപ്പൊ കെട്ടി വെക്കാൻ അമ്മ കെട്ടുണ്ടാക്കി തരാം കേട്ടോ. ആ വന്നല്ലോ. എന്തായി? പോസിറ്റീവായി മണി. പോസിറ്റീവാ? അയ്യോ നീ പിടിക്കണ്ട. എന്തു ഇനിയിപ്പോ ക്വാറന്റൈൻ ചെയ്യണം. ക്വാറന്റൈനിൽ ഇരുന്ന അതങ്ങ് മാറോ? ഒരു 5-6 ദിവസം തന്നെ അല്ലേ മക്കളെ? എന്നാലും കൊണ്ടുപോയി ഒപ്പിച്ചിട്ട് വന്നല്ലോ. ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? ചെറുതായിട്ട് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഒരാഴ്ച ക്വാറന്റൈൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് അത്രേ ഉള്ളൂ. മരുന്നൊക്കെ കൊണ്ട് അങ്ങ് മാറിക്കോളൂ. കുഴപ്പമില്ല അമ്മ. ഇരിക്കുവോ? മോള് റൂമിൽ ഇരിക്കുമ്പോ ഞങ്ങൾ പുറത്തുണ്ട്, എന്ത് ആവശ്യത്തിനുണ്ട്, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. എന്താണോ ജനലിൽ കൂടെ വിളിച്ചട്ടപ്പൻ അല്ലെ ഫോൺ എടുത്ത് വിളിച്ചാൽ എപ്പോ വരും കേട്ടോ. ഫോണ് കയ്യിൽ വെച്ചേരാ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. സിനിമയൊക്കെ കാണാം. അമ്മ ബുക്കൊക്കെ എടുത്ത് വെച്ചേരാ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കഴിക്കാനുള്ള എന്തോ ആഗ്രഹം ഉണ്ടെങ്കിലും പറയണേ. എന്തെങ്കിലും വയ്യായോ തോന്നാണെങ്കിൽ വിളിച്ചോളണം കേട്ടോ. അമ്മ ജസ്റ്റ് പുറത്ത് തന്നെ ഇരിപ്പുണ്ടാവും. ചില ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഒരു ബക്കറ്റ് ഇട്ട് വെച്ചേക്കണം കേട്ടോ. അമ്മ പൊടി ഇട്ട് തരാം, ബാത്റൂമിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അവൾക്ക് അത്യാവശ്യമായിട്ട് കഴിക്കാൻ തന്നെ എന്തെങ്കിലും കൊടുക്കണം. പങ്കു ഓക്കെ അല്ലേ? പോയിട്ടാ. മോളെ, മക്കളെ, പിങ്കി മോളെ, മോളെ അച്ഛൻ ഭക്ഷണം കൊണ്ടുവന്നാണേ. മോളെ ആ ജനലൊന്ന് തുറക്കൂ, അച്ഛൻ ഒന്ന് കാണട്ടെ. ആ ജനലിന്റെ എവിടെ വാ മോളെ. മോളെ മോളെ അച്ഛനെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടേ. മോളെ അടുത്ത് കഴിക്കണം കേട്ടോ. അച്ഛൻ പോയതിനു ശേഷം വാതിലോട് എടുത്ത് കഴിക്കണേ. അച്ഛാ, എന്റെ അസുഖം അച്ഛന് പകരുമെന്നുള്ള പേടിയാണ് അച്ഛാ. എന്ത് മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അച്ഛന് മോളുടെ കൂടെ ഇരിക്കണം എന്നല്ലേ ആഗ്രഹം. പക്ഷെ അച്ഛനും കൂടെ വന്നു കഴിഞ്ഞോണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ആവത്തില്ലേ. അതുകൊണ്ടല്ലേ മക്കൾ ഇങ്ങനെയൊന്നും വിഷമിക്കണ്ട കേട്ടോ. അച്ഛാ എനിക്ക് ഒട്ടും വയ്യ അച്ഛാ. ഈ റൂമിനകത്ത് തന്നെ ഇരുന്ന് ഞാൻ മടുത്ത്. മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്വാറന്റൈൻ കഴിയുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമല്ലോ. മോള് നല്ല മിടുക്കിയായിട്ടിരി, ആഹാരമൊക്കെ കഴിച്ച്. അച്ഛാ, എന്തോ അച്ഛാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അച്ഛന് വിഷമാവോ? മോളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്തോന്ന് മോളെ ഇങ്ങനെയൊക്കെ പറയണേ? മോള് നല്ല ആഹാരമൊക്കെ കഴിക്കുന്ന കുട്ടിയല്ലേ, നല്ല പ്രതിരോധ ശക്തിയൊക്കെ ഉള്ള കുട്ടിയാവുമ്പോ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറില്ലേ. മോളെ ആഹാരമൊക്കെ എടുത്ത് കഴിക്കും. നോക്കിക്കോ, ഈ കൊറോണ കണ്ടല്ലോ മോളുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി ചമ്മിപ്പോ മോളെ.
ആഹാരമൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. പിന്നെ മക്കളെ, അമ്മ എന്നും മോൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെന്ന് അറിയാമോ? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുട്ടും കിഴങ്ങ് കറിയാണ്. ചൂടാറും മുമ്പ് എടുത്ത് കഴിക്കണം കേട്ടോ. മടിക്കല്ലേ? ഇല്ല അച്ഛാ. പിങ്കി, എടി നീ ഭക്ഷണം കഴിക്ക്. കഴിക്കാം. കഴിക്കാം. നീ ഇങ്ങനെ സെന്റ് അടിച്ച് നിക്കല്ലേ. പെൺകുട്ടികളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല ചേച്ചി. പിന്നെ എന്താ നിനക്ക്? എനിക്ക് ഈ റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്തോ പോലെ എനിക്ക് പറ്റണില്ല. എടി നിനക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി റീചാർജ് ചെയ്ത് തന്നത് ഇന്നലെ? 200 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നത് എന്തിനാണ്? സിനിമ കാണാൻ. നീ അതിരുന്ന് കാണ്, അപ്പൊ നിന്റെ ബോറടി മാറുമല്ലോ. എനിക്ക് സിനിമ കാണാൻ പറ്റിയ ഒരു മൂഡിലല്ല. വാടി അയ്യ എനിക്ക്. മോളെ മടിക്കാതെ എടുത്ത് കഴിക്കണം കേട്ടോ ആഹാരമൊക്കെ. അച്ഛാ, അമ്മ എവിടെ? അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചില് മോളെ. മോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല അമ്മ അവിടെ. എടി അങ്ങനെയൊന്നും ഇല്ല. അമ്മ അതാ അവിടെ താഴെ ഇരുന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഈ അച്ഛൻ ചുമ്മാ പറയണേ. നീ അവിടെ ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്ക്. പിന്നെ എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോ അസൂയ തോന്നുകയാണ്. അസൂയ? എടി നിനക്ക് സമയത്തിന് ഭക്ഷണം, പിന്നെ സമയതാ ഇപ്പൊ നിനക്ക് നെറ്റ് തീർന്നു പോയെന്ന് പറഞ്ഞ ഉടനെ ഞാൻ റീചാർജ് ചെയ്ത് തരും. ഇഷ്ടപ്പെട്ട പലഹാരം, അണ്ടിപ്പരിപ്പ്, ബദാം, എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും സുനാമി പോലത്തെ സ്നേഹം. പിന്നെ എന്ത് വേണം? പുറത്തേക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. പിന്നെ അതൊന്ന് കിടന്നു നോക്കണം, അപ്പോഴേ എന്റെ അവസ്ഥ മനസ്സിലാവും. നീ ആ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കും. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛനും കൂടി അസുഖം പകരേ. ഞങ്ങൾ പോവാണേ. മോള് സമാധാനായിട്ടിരി കേട്ടോ. ആഹാരം എടുത്ത് കഴിക്കണേ. ഇങ്ങനെയാണ് അവളുടെ സംസാരിക്കുന്നത്? ഈ കോർണറിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ കൂടെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ടാണോ സംസാരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് അവർ എന്റർടൈൻമെന്റ് അല്ലേ ചെയ്യിപ്പിക്കേണ്ടേ? മക്കളെ, എന്നാ ഞാനേ അവിടുത്തെ പോയി എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിട്ട് വരട്ടാ. ഒന്നോ ഇതുപോലത്തെ ലോക ദുരന്ത അച്ഛനെ എനിക്ക് മാത്രമേ കിട്ടൂ. ഒന്ന് വരണോണ്ടാ. എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. മണി, എനിക്ക് എന്റെ കൊച്ചിനെ കാണാൻ ഇരിക്കാൻ പറ്റില്ല. റിങ്കി മാറെ, എനിക്ക് അവളുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. അസുഖം വരണമെങ്കിൽ വരട്ടെ. എന്തോന്ന് മണി, എല്ലാം കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇതിനിടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാ? അവളെ കാണാതെ എനിക്ക് പറ്റൂല രവിയേട്ടാ. 4 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് അവളെ കാണാനിട്ട്. ഞാൻ പോട്ടെ, അവളുടെ അടുത്ത് പോട്ടെ പ്ലീസ്. അമ്മ എന്ത് ഭ്രാന്താ വിളിച്ച് പറയണേ? ബോധമില്ലാതെ ഇങ്ങനെ പെരുമാറല്ലേ. 3-4 ദിവസം കഴിയുമ്പോ അവൾ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരും. പറ്റൂല റിങ്കി, എനിക്ക് അവളെ കാണാതിരിക്കാൻ. നിനക്കറിയാലോ റിങ്കി. ഞാൻ പറയട്ടെ മണി, ഞാൻ ഒന്നാമത് എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്നെ പറയണ കേക്ക് മണി. ഇതിനിടയ്ക്ക് നീയും കൂടെ ഇങ്ങനെയൊക്കെ കണ്ടേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ചേട്ടത്തി, 4 ദിവസമായിട്ട് അവളെ ഞാൻ കണ്ടിട്ട്. ചേട്ടത്തി ഒന്നും മനസ്സിലാക്കി. ചേട്ടത്തി ഇത്രയും പേര് തത്തെ പഠിപ്പിക്കുകയല്ലേ. ചേട്ടത്തി ഒന്ന് മനസ്സിലാക്കും. ഒരു 3 ദിവസത്തെ കാര്യങ്ങൾ അവളെ കാണാം. നമുക്കും ടെൻഷനുണ്ട്, നിങ്ങളെ പോലെ തന്നെ. അവളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല. പറയണ കേക്ക് മണി. അല്ലെങ്കിൽ മോളെ വിട്ടോട്, മോളെ കയറി പോട്ടെ. ഇനി അവിടെ പോയി ഇരിക്കട്ടെ. എന്റെ എല്ലാവർക്കും അസുഖം മണി. മണി എന്തോ ഓരോന്ന് വരുത്തി വെച്ചിട്ട്. മണി, മോളെ കുറച്ച് വെള്ളം എടുത്താണ്. മണി ചേട്ടത്തി, മക്കളെ എന്റെ ഫോൺ എടുത്ത് ആ അനീഷിനെ ഒന്ന് വിളിച്ചാണ്. വണ്ടി എടുത്തോളൂ, പെട്ടെന്ന് വരാൻ പറ. ആശുപത്രി കൊണ്ടുപോവാ. മണി മോളെ കുറച്ച് വെള്ളം കൂടെ എടുക്ക്. മണി, എന്തൊരു കഷ്ടമാണ് ഇത്. ചേട്ടാ രാമ, ഒന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തുണ്ട്.
ഇല്ല ഇല്ല അയ്യോ വേണ്ട അപ്പച്ചി. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. റിങ്കി ഇവിടെ ഉണ്ട്. ചിന്നു അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് പോകുന്നു. അണ്ണ വിളിച്ചിരുന്ന ഇത് ട്രിപ്പ് ഇട്ട് കുഴപ്പമൊന്നുമില്ല. വേണ്ട അതാണ് വേണ്ട. അല്ല അങ്ങനെയല്ല, പുറത്തിറങ്ങണേ അപ്പച്ചി. പുറത്തിറങ്ങുകയാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങണം. ഇനി ഇതുപോലത്തെ ഓരോ ഇത് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, ആരും നോക്കാനും പോലും ഇല്ല. അത് തന്നെ റിങ്കിയുണ്ട്. അവളത് സംസാരിക്കണുണ്ട്, ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കണം. താഴെ മുകളിലായിട്ടിരിക്കണം. സൂക്ഷിച്ച് തന്നെ ഇരിക്കണത്. ഒരു മണിക്കൂറിനകത്ത് വരും എന്നാണ് ലാസ്റ്റ് വിളിച്ചോ പറഞ്ഞത്. ആഹാരം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ശരി. അല്ല അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. വേണ്ട വരണ്ട. ശരി. അച്ഛൻ എന്തോ പറയണേ? ഇവിടെ ഉള്ളവരപ്പുറം എന്റെ അച്ഛമ്മക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞേ. വയസ്സാം കാലത്ത് ചുമ്മാ അവന് വന്നു വല്ല ഇനി ആരെ കൂടെ വരണ വല്ല ഓട്ടോയിലേക്ക് കയറി വല്ല വന്ന ശരിയാവൂല. വന്ന് എന്നിട്ട് വേണം ഇനി അടുത്തത്. ഹോസ്പിറ്റലിൽ ആര് പോവും, മരുമോളാര് നോക്കും, മോളാര് നോക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം. അങ്ങളെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ വിഷമം കാണൂലേ? രണ്ടും കൂടെ സയാമി സെറ്റുള്ള പോലെ ഇല്ലേ, ഒട്ടിയില്ലേ നടക്കൂ. ഹോസ്പിറ്റലിൽ എന്തായോ എന്തോ അല്ലേ. എന്റെ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് ഇട്ടിരിക്കണം എന്നല്ലേ പറഞ്ഞു. ക്ഷീണം കാണും. 2 ദിവസമായില്ലേ വെള്ളം കഴിച്ചിട്ട് നേരെ നിന്റെ അമ്മ? വെള്ളം പോലും നേരെ കുടിക്കണില്ല. ഞാൻ പറഞ്ഞാ കേക്കണ്ടേ? അതിന്റെ ഇടയിൽ നിന്റെ കൈ എങ്ങനെ ഉണ്ട്? നീ എന്തോ മക്കളെ, നീ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഒരു നിസാരമായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ദാണ്ട പ്രാക്ടീസ് ചെയ്തപ്പം നിങ്ങളെ മത്സരവും ഫ്രാക്ചർ ഉണ്ട്. ഒരുത്തി മോളില് ഒന്ന് ഹോസ്പിറ്റലിൽ, അടുത്തത് ദാണ്ട കൈ വെച്ച് കെട്ടിക്കൊണ്ട്. സമയം ശരിയല്ല എന്നാണ് തോന്നുന്നത്. വണ്ടി വരണേട്ടാ. അവരായിരിക്കും. ഇതാ ശരി എന്നാ സൂക്ഷിച്ചു ഇരി. ഇരി, നീ ഇരുന്നോ? എന്നാ ഡോക്ടർ എന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പ്രഷർ കയറിയിട്ടെ എന്തായാണ് ട്രിപ്പ് എടുത്തു. എന്നാലും ഒരു ക്ഷീണമുണ്ട്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ലല്ലോ, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അമ്മ ഞാൻ ചൂട് ചായ എടുക്കട്ടാ? ഒന്നും വേണ്ട മക്കളെ, എനിക്ക് ഛർദ്ദിക്കാൻ വരണം. ഇനിയും പോവാ. മണി നീ ഒരു ചായ കുടി മോളെ, നീ ചായ റെഡിയാക്കി. ഞാൻ എടുക്കാം. പിങ്കിക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ ഇത്രയും നേരം മേളിൽ അവളോട് സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അതെ അങ്ങളെ, അവളുടെ RT-PCR ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പെണ്ണിന്റെ കൊച്ചു മോളടുത്ത് ഒരാവശ്യമില്ല, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള പെണ്ണാണ് അവള്. അവളിപ്പോ ശരിയായി വരും. അവളെ കൊറോണ എന്നേ ചത്ത് ദാണ്ടിരിക്കണ്. മാനസികമായിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരുത്തി. ചിരിക്കാൻ വയ്യല്ലേ, നിന്റെ വായനെല്ലാം കേട്ടണേ. കണ്ട വരുമ്പോ എല്ലാം ഒരുമിച്ച് തന്നെ. ശരിയാണ്, ഇപ്പഴെങ്കിൽ നിലവാരമുള്ള ഒരു കോമഡി അടിച്ചല്ല അങ്ങള്. എന്താ പിള്ളേർക്ക് മനസ്സിലായി എന്റെ നിലവാരം കോമഡിയൊക്കെ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബുക്കും പേപ്പറും എടുത്ത് എഴുതി എന്റെ കോമഡി എല്ലാം. ചായ തമാശ ഇഷ്ടമില്ലേ? ഇഷ്ടം തന്നെ. ഒരു ചായ കൂടെ അമ്മയ്ക്ക്. ഞാൻ ചായ എടുക്കാം. നിങ്ങൾ എന്തിനാ സെന്റ് അടിച്ചോണ്ട് എന്താണ് സംഭവം? വരുമ്പോ എല്ലാം ഒരുമിച്ച്. അവളുടെ കൈ എങ്ങനെയുണ്ട്? അയ്യോ, തൂക്കി ഇടുമ്പോ ഭയങ്കര വേദന, നീര് കയറണം. ഇങ്ങോട്ട് വേദനയില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, ആശുപത്രിയായിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഞാൻ പോണം. അതല്ല എല്ലാ രോഗികളും
വന്നപ്പോ ഒരു എല്ലാം കൂടെ നീ ഉള്ളതാണ് ഒരു സമാധാനം. ആ അത് പോട്ട് ഉണ്ടോ രാമ. പറയണ എനിക്കാണെങ്കിൽ നല്ല പോട്ടെ. ക്ഷീണം. ഞാൻ പോയി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി വരാം. നല്ല വിശപ്പുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണം എടുത്ത് ഭക്ഷണം വെക്കാം. കഴിച്ചിട്ട് എടുത്ത് വെക്കാം. സുഖമായിട്ട് ഉറങ്ങണം എനിക്ക്. കാര്യം ഇന്ന് ചെന്നിരുന്നോ? ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എടുത്ത് കൊടുക്കും. ആരും കഴിച്ച് കണ്ണം കിടന്നു കുളിച്ചിട്ടോ. ഞാൻ എടുത്തിട്ട് വരാവേ. അമ്മ മക്കളെ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ, ചെറിയ തലചുറ്റ് മാറിയത്. അമ്മ എനിക്ക് താഴോട്ട് വരണം അമ്മ. അമ്മയ്ക്ക് മക്കളെ കാണാൻ തോന്നണടാ. എനിക്ക് അമ്മയെ കാണണം, എനിക്ക് താഴോട്ട് വരണം. കുഴപ്പമില്ല മക്കള് 2 ദിവസം കൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിയടാ. ശരിയാവും പെട്ടെന്ന് കേട്ടാ. എന്നിട്ട് നമുക്ക് കാണാം. അമ്മ ബാൽക്കണിയിൽ വന്ന് ഇരിക്കാൻ വർത്താനം പറയാനേ. വരുമോ? പങ്ക ഓവറാക്കല്ലേ. നിനക്ക് അവിടെ നോക്കിട്ട് ഇത്രയും വലിയ നിന്റെ അമ്മയെ കാണാൻ പറ്റില്ലേ? അയ്യോ തീരെ അങ്ങ് കരച്ചിലാക്കണത്. മക്കളങ്ങാത്ത് പോയി കടന്നോ, കൊറേ കണ്ണടച്ച് കടന്ന് ഉറങ്ങു കുറച്ചേരം കേട്ടാ. ഇറങ്ങണി, റെസ്റ്റ് എടുക്ക, പെട്ടെന്ന് മാറണമെങ്കിൽ റെസ്റ്റ് എടുക്ക കേട്ടാ. കരയോ? ഇല്ല. പാല് കൊണ്ടുവരട്ടാ? എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാ മതി കേട്ടാ. നമുക്ക് എന്ത് വേണം ചേട്ടൻ ചുമ്മാ ചേട്ടത്തി അവ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ അവിടെ ചിരിച്ചോണ്ടിരിക്കണേ. അവള് കൊച്ചു വാവയായിട്ടുള്ള സ്വഭാവമാണ് ഈ പനി വന്നു ഞാൻ കാണിച്ചു. കൊച്ചു വാവ അതുകൊണ്ട് കൈരി പോക്ക്. ഇവിടെ പനി പിടിച്ചാൽ ഞമ്മള് പിന്നെ എന്റെ അടുത്തുനിന്ന് മാറൂലടാ. അതാണ് നമുക്ക്. പിന്നെ നിങ്ങൾ രണ്ടും കൂടെ പോയി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. അതല്ലേ ഞാൻ എന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞത്. ബിഗു ചെറുക്കന്റെ കാര്യം. ചേട്ടാ ഇത് എണീര്. കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. നോക്ക് അതും എടുത്തോണ്ട് പോയില്ല. ഇനി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഭയങ്കര ആലോചന. എന്ത് പറ്റി? അല്ല ഇവിടത്തെ ഈ അവളുടെ അസുഖവും ക്വാറന്റൈനും ഒക്കെ കാണുമ്പോഴേ ഉമ്മ ഇരുന്നപ്പം ഗൾഫിലെ കാര്യം ആലോചിച്ചു. അവിടെ കൊറോണ പിടിച്ച് കിടന്നപ്പോഴേ 2 ആഴ്ച ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാലേ അവൾക്ക് മോളില് നമ്മൾ താഴെ ഉണ്ടെന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ടല്ലോ. മറ്റേ അങ്ങനെയല്ല, നമുക്ക് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റുമോ? ചത്തു പോവോ? കൂട്ടുകാരന്മാരെ പോലും കാണാൻ പറ്റില്ല. അവരൊക്കെ ഓരോ സ്ഥലത്ത് ജോലി, അല്ലെങ്കിൽ അവർക്ക് വന്നാൽ നമ്മളത്തോട്ട് വരാൻ പറ്റില്ല. അവർക്കും ജോലി ചെയ്തല്ലേ വീട്ടിലൊക്കെ പൈസ അയക്കാൻ പറ്റുള്ളൂ. നമ്മളവിടെ വന്നാൽ അസുഖമായപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത അവസ്ഥയാണ്. അത് ആലോചിച്ചിങ്ങനെ ഇരുന്നത്. അവളുടെ അവസ്ഥ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അവക്ക് ഈ എന്താ പറയാ, ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലല്ലോ, പാറി പറന്ന് നടക്കുന്ന സ്വഭാവമല്ലേ. ഇപ്പൊ അവൾ ആ റൂമിൽ ഇരിക്കുന്ന കാണുമ്പോഴേ ഭയങ്കര ബോറും സീൻ ഡാർക്കായിട്ട് പോയി. ഓ എന്തോന്ന് നിങ്ങളും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നല്ലോ, ഒരുമാതിരി മരണ വീട് പോലെ എല്ലാരും. ബോറച്ചാ അവള് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പിന്നെ അമ്മയെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ഇതായിട്ട് നിക്കുന്നതാണ്. മോളെ നീ വല്ല ഉണ്ടാക്കിയ? നല്ല വിശപ്പുണ്ട്. ആ ഉണ്ടാക്കാൻ പോണു. മക്കൾ വല്ല വാങ്ങിക്കണോ? ചിക്കനാ എന്തെങ്കിലും മീനാ എന്തെങ്കിലും വാങ്ങിക്കണോ? ഒന്നും വേണ്ട, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? നീ എന്നാ ഉണ്ടാക്കാൻ നോക്കും മോളെ. പിന്നെ രാമ വേറെ കാര്യം പറയണ്ട. നാളെ നമുക്ക് പിങ്കി മോളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകണം. നെഗറ്റീവ് ആയിരിക്കും, എന്നാലും ടെസ്റ്റ് ചെയ്യണമല്ലോ. അവളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണോ? ഇപ്പം മറ്റേ അവര് പറഞ്ഞത് ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞത് മറ്റേ കിറ്റ് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കിറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുവച്ച് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അവളെ കൊണ്ട് അങ്ങൊക്കെ പോകണ്ടേ? അത് മതിയോ? ഓ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിറ്റ് വാങ്ങിച്ചാലോ? അണ്ണൻ ചെല്ലിന് കിറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അണ്ണം എല്ലാം കഴിയും. മക്കൾ എന്തെങ്കിലും ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഈ കിറ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാൻ കഴിക്കാം. പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരണം. അല്ല ഞാൻ ആലോചിക്കായിരുന്നേ, അവൻ ഈ സമയത്തുള്ളത് എന്തൊരു ആശ്വാസമാണ്. അവനുള്ളതുകൊണ്ട് എല്ലാം പിടിച്ചിരിക്കുന്നു. മണി കുഴഞ്ഞു വീണപ്പോഴും നിന്റെ കൈ എന്റെ എല്ലാം ഒരു കഷ്ടകാലം ഒരുമിച്ചാണ്. അവനുള്ളതുകൊണ്ടെല്ലാം മോള് ഉണ്ടാക്കണേ. ഞാൻ സമയം ലേറ്റ് ആവും. കൈ ഞാൻ സൂക്ഷിച്ചോളാം. അമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ട് പോട്ടാ. അങ്ങനെ എന്റെ കൊച്ചിന്റെ ക്വാറന്റൈൻ കഴിഞ്ഞു. ഹാപ്പി ആയില്ലേ മണി? പിന്നെ മാറിയില്ലേ? എല്ലാം സെറ്റ് അല്ലേ? പിന്നെ സെറ്റ്. ടെസ്റ്റ്
ആ. അപ്പോൾ നിങ്ങളുടെ അലങ്കാര പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശിഷ്ടാതിഥിയെ ഇങ്ങോട്ട് ക്ഷണിക്കാം. നമ്മുടെ വീടിന്റെ പൊന്നോമന, ഈ സ്വർഗത്തിന്റെ നായിക, അതാ 7 ദിവസത്തെ വമ്പിച്ച ക്വാറന്റൈൻ കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളുകയാണ്. മിസ്റ്റർ പങ്കൻ അഥവാ പിങ്കിക്കുട്ടൻ, കടന്നു വരൂ. മന്ദം മന്ദം അതാ വരികയാണ്. ഒരു കൊച്ചു കൈയ്യടി കൊടുക്കൂ സുഹൃത്തുക്കളെ. നിന്റെ മുഖം എന്തോ പറ്റി? ലിപ്സ്റ്റിക് കിട്ടിയില്ലേ? പിന്നെ നീ എന്തിനാ ഇതിട്ടേക്കണെ? കഴിഞ്ഞില്ലേ? മാറിയില്ലേ? മാറ്റട്ടാ പിന്നെ ശീലമായി പോയോ? ഓൾക്കെ എനിക്കെന്ത് വേണ്ട? കൊടുക്കാം. പൊന്നു മോള് അച്ഛാ, അതെ അച്ഛാ. അവൾക്ക് മധുരപലഹാരം കൊടുക്കണം. ആ മധുര അല്ല, അതാരാ കൊടുക്കേണ്ടത്? ആരാ അത് നമ്മളെ മണിക്കുട്ടി അത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. കൊടുക്കൂ. മണിക്കുട്ടിയോ? അല്ല അല്ല, ജഡതി ജഡതി. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞല്ലേ ജഡതി. മണിക്കുട്ടി കൊടുക്ക അവൾക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരോടും കൂടെ പറയാണ്. ഇതൊക്കെ ശരിയാണ്, ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു, ഒക്കെ നല്ല കാര്യം. പക്ഷേ എല്ലാവരും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം ഉണ്ടല്ലോ, എന്തോന്ന്, സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് വെക്കുക, ഹാൻഡ് വാഷ് വെച്ച് കൈയൊക്കെ കഴുകുക, ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ വേണം. ഞാൻ വെച്ച ലഡു തിന്നണം. എനിക്കും ഒരു കാര്യം പറയാനുണ്ട് സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്. ലിപ്സ്റ്റിക് ഇടാൻ മറന്നാലും മാസ്ക് ധരിക്കാൻ മറക്കരുത്. ഇവൾ ഇതുപോലെ തത്വം പറയാൻ എനിക്കറിയാം.